അയ്യപ്പ ഭക്തലക്ഷങ്ങൾ പുണ്യം തേടിയെത്തുന്ന പുണ്യഭൂമിയായ ശബരിമല ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് വീഴ്ചകളുടെയും പിടിപ്പുകേടിൻ്റെയും ഒരു ഘോഷയാത്രയ്ക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മതിയായ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ സുരക്ഷാ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവ് കൂടിയായപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ നമ്മുടെ ശബരിമലയിൽ നിയന്ത്രണാതീതമായ തിക്കും തിരക്കിനും അതുപോലെ തന്നെ ഭാഗ്യം കൊണ്ട് മാത്രം ഒഴിവായി പോയിക്കൊണ്ടിരിക്കുന്ന വൻ ദുരന്തത്തിനുമാണ് വേദിയായിരിക്കുന്നത്. ഭക്തർക്ക് കുടിവെള്ളമോ അതുപോലെ തന്നെ ദർശനമോ ലഭിക്കാതെ വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരികയും കുട്ടികളും പ്രായമായവരും തളർന്നു വീഴുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദയനീയ സാഹചര്യങ്ങൾക്കിടയിലും സുരക്ഷാ ചുമതല വഹിക്കുന്ന ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ മണിക്കൂറുകളോളം നീളുന്ന ജപത്തിന് മാത്രം ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. സോപാനത്തിന് സമീപമുള്ള കിഴക്കേ മണ്ഡപത്തിലാണ് സുരക്ഷാ ചുമതലയുള്ള ഈ ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ ഭക്തിപഠനങ്ങളെല്ലാം അരങ്ങേറിയത്. ഭക്തർ സഹായത്തിനായി കേഴുന്ന സമയത്ത് പോലും അദ്ദേഹം തൻ്റെ ജപത്തിൽ മുഴുകിയിരുന്നു എന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. സുരക്ഷാ ചുമതലയ്ക്ക് നേതൃത്വം നൽകേണ്ട ഉന്നതൻ തന്നെ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നത് ഗുരുതരമായൊരു അനാസ്ഥ മാത്രമല്ല, മനഃപൂർവ്വമായ സുരക്ഷാ വീഴ്ച കൂടിയാണ്. ഈ ഉദ്യോഗസ്ഥൻ ദൈവമെന്നതിനേക്കാൾ ദൈവത്തെക്കാൾ വലിയ ഭക്തിയുള്ള ഒരാളായി മാറുകയും അതുപോലെ അരങ്ങ് വാഴുന്ന ഈ ഭക്തി ഭക്തർക്കിടയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഈ നടപടി ഭക്തർക്കിടയിൽ മാത്രമല്ല, സുരക്ഷാ ചുമതലയുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലും കടുത്ത അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട്. അതായത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെയുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് അരങ്ങേറിയത്. ശബരിമലയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഭക്തർ കുഴഞ്ഞു വീഴുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പും ഈ ഉന്നത ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധ ജപത്തിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. VIP ദർശനവും പ്രത്യേക പരിഗണനയും പാടില്ലെന്ന ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവ് നിലനിൽക്കുകയാണ് അതിനെയെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ ഭക്തി ഷോ അരങ്ങേറിയത്. ഈ ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ഡ്യൂട്ടിക്കെത്തുമ്പോൾ എല്ലാം ഇത്തരം രീതികൾ പതിവാണെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് എപ്പോഴെല്ലാം ഇദ്ദേഹം ശബരിമലയിൽ ഡ്യൂട്ടിക്കെത്തുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ നിയമം തെറ്റിച്ചുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നത് പതിവാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിൽ പ്രതിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദരിച്ച ഭക്തൻ കൂടിയാണ് ഈ ഉന്നത IPS ഉദ്യോഗസ്ഥൻ എന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. സുരക്ഷാ ചുമതലയ്ക്ക് നിയോഗിക്കപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഈ ഉദ്യോഗസ്ഥനെ പോലെ പെരുമാറി തുടങ്ങിയാൽ എന്താകും അവസ്ഥ എന്ന ചോദ്യവും ഈ സാഹചര്യത്തിൽ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം നടപടി ഗുരുതരമായ അനാസ്ഥ മാത്രമല്ല, മനഃപൂർവ്വമായ സുരക്ഷാ വീഴ്ച കൂടിയായതിനാൽ CCTV ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് അയ്യപ്പ ഭക്തർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഗുരുതര സാഹചര്യത്തിലാണ് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ദൃശ്യമായ അസാധാരണ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ജനത്തിരക്ക് നിയന്ത്രിക്കാനാകാത്തതിന് കാരണം കൃത്യമായ ഏകോപനം ഇല്ലാതെയാണെന്നുള്ളതാണ് കോടതി വിമർശിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യാതൊരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്ന അതിരൂക്ഷമായ വിമർശനമാണ് കോടതി ഉയർത്തിയതും. 6 മാസം മുമ്പ് പണികൾ നടക്കണമായിരുന്നു, എന്നിട്ടും പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി തന്നെ ചോദിച്ചത് വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച പദ്ധതികളും മുന്നൊരുക്കങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിലെ അതൃപ്തി കോടതി ശക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പരമാവധി ആളുകൾ ക്ഷേത്രത്തിൽ കയറി എന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഹൈക്കോടതി എന്ന് ചോദിക്കുന്നത്. അതായത് ഒട്ടനവധി ആളുകൾ ഒരുമിച്ച് കയറിയിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുന്ന എത്ര സ്ഥലമാണ് മുകളിലുള്ളതെന്നും കോടതി ചോദിക്കുകയും ചെയ്തു. 4000 പേർക്ക് നിൽക്കാവുന്നിടത്ത് 20,000 പേരെ കയറ്റിയിട്ട് എന്ത് കാര്യമാണ് ഉള്ളതെന്നും ചോദ്യം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 18ാം പടി മുതൽ സന്നിധാനം വരെ ഒരേ സമയം എത്ര പേർക്ക് നിൽക്കാൻ കഴിയുമെന്നും കോടതി കൃത്യമായി ആരാഞ്ഞിട്ടുമുണ്ട്. ഭക്തരെ കയറ്റിവിടുന്നതിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായില്ല എന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് കോടതി ആവർത്തിച്ച് പറയുന്നതും ഇത് തന്നെയാണ്. ആളുകളെ സെക്ടറുകളായി തിരിച്ചു നിർത്തിയാൽ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ സാധിക്കില്ലേ എന്നും കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് തള്ളിവിടുന്നത് ശരിയായ രീതി അല്ല എന്നും കോടതി തന്നെ ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഒരു തീർത്ഥാടനം എന്നത് എണ്ണത്തിലല്ല, ഭക്തന്റെ സുഗമമായ ദർശനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നാണ് കോടതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുമുണ്ട്. ശുചിമുറികൾ വൃത്തിയാക്കാൻ പോലും ആളിൽ നിന്നും കോടതി ശക്തമായി തന്നെ വിമർശിക്കുന്ന കാര്യം കൂടിയാണ്. കുട്ടികളെയും പ്രായമായ ഭക്തരെയും ബുദ്ധിമുട്ടിക്കാൻ കോടതിക്ക് യാതൊരു കാരണവശാലും കഴിയില്ല. ഇന്നലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തളർന്നു വീഴുന്നതും കരയുന്നതുമായ കാഴ്ചകൾ കാണുകയുണ്ടായി. മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുമുണ്ടായി. കുടിവെള്ളം എത്തിക്കുന്നതിൽ അതിൽ പോലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. വെറുമൊരു ഉത്സവം നടക്കുന്നത് പോലെയാണോ മണ്ഡലകാലത്ത് ശബരിമലയിൽ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്നും കോടതി ചോദിച്ചിട്ടുമുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ അലംഭാവം
തീർത്ഥാടനത്തിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്നതിന് തുല്യമാണെന്ന് കൂടി കോടതി കൃത്യമായ രീതിയിൽ ഏകോപനവും ആസൂത്രണവും ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരിതങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു എന്നും കോടതി പറയുകയും ചെയ്തു. ശബരിമലയിൽ ഇന്നലെ തിരക്ക് മൂലം ദർശനം നടത്താൻ കഴിയാതെ തീർത്ഥാടകർ തിരിച്ചു പോകുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മലയാളികളടക്കമുള്ള തീർത്ഥാടകർ ദർശനം നടത്താതെ മടങ്ങിയത് ഒടുവിൽ പന്തളത്ത് പോയി നെയ്യഭിഷേകം നടത്തി മടങ്ങുകയും ചെയ്തിരുന്നു. ഇത് ഭക്തർക്കുണ്ടായ പ്രയാസത്തിന്റെ തീവ്രത എടുത്തു കാണിക്കുന്ന കാര്യം കൂടിയാണ്. ഇത്രയധികം ദുരന്തങ്ങൾ ഉണ്ടായിട്ടും വിഷയത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ ദേവസ്വം ബോർഡ് വൈകി എന്നതും വിമർശനത്തിന് വഴിയൊരുക്കുന്നു. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട കാര്യം, അങ്ങനെ തിരിച്ചുപോയ ചിലരെങ്കിലും പോലീസ് വിളിച്ച് അവർക്ക് ദർശനത്തിലുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ പിന്നീട് അവർ തന്നെ വന്നിട്ട് ദൈവത്തിൻ്റെ അയ്യപ്പൻ്റെ കടാക്ഷമാണെന്നൊക്കെ പറയുന്ന സാഹചര്യം, അതായത് ഭക്തർ തന്നെ വന്നിട്ട് ഞങ്ങൾക്കിപ്പോൾ കാണാൻ സാധിച്ചത്, അല്ലെങ്കിൽ അയ്യപ്പനെ കാണാൻ സാധിച്ചത് അയ്യപ്പൻ്റെ തന്നെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പറയേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുമുണ്ട്. ഇന്നലെ വൈകിട്ടോടെയാണ് തിരക്കൽപ്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ശബരിമലയിലെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് ദേവസ്വം ബോർഡിനെതിരായ ഹൈക്കോടതി ഇത്ര രൂക്ഷമായ ഭാഷയിലെല്ലാം പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ തിരക്ക് നിയന്ത്രിക്കാൻ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിൽ 20,000 പേർക്ക് മാത്രമാക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിൽ 30,000-ലധികം പേർ എങ്ങനെ എത്തുന്നതെന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എത്തുന്നതാണ് തിരക്ക് നിയന്ത്രണാതീതമാക്കുന്നതിലെ പ്രധാന കാരണമെന്നും ഇവർ പറയുന്നുണ്ട്. സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ പേർ എത്തിയാൽ അവർക്ക് അടുത്ത ദിവസം ദർശനം നടത്താൻ സൗകര്യമൊരുക്കുമെന്നും ബോർഡ് അറിയിച്ചിട്ടുമുണ്ട്. നിലയ്ക്കലിൽ 7 ബുക്കിംഗ് കേന്ദ്രങ്ങൾ കൂടി ഉടൻ പ്രവർത്തനം തുടങ്ങുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചിട്ടുമുണ്ട്. സന്നിധാനത്തെ തീർത്ഥാടകർ ഒഴിയുന്ന മുറയ്ക്ക് നടപ്പന്തലിലേക്ക് കടത്തിവിടുകയും കുടിവെള്ളവും ലഘുഭക്ഷണവും ചുക്ക് കാപ്പിയും ലഭ്യമാക്കുകയും ചെയ്യും. ഇതിനായി ക്യൂ കോംപ്ലക്സിൽ 200 ജീവനക്കാരെ അധികമായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ശൗചാലയ ശുചീകരണത്തിന് 200 ജീവനക്കാരെ അധികമായി എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്നതും വരും ദിവസങ്ങളിലെ ഭക്തജനങ്ങൾ തിരക്കനുസരിച്ച് ആശ്രയിച്ചിരിക്കും. കാരണം ഇപ്പോൾ നടത്തുന്ന ഈ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും പാഴ്വാക്കായി മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കോടതിയുടെ രൂക്ഷമായ വിമർശനം വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഈ പ്രഖ്യാപനങ്ങൾ എത്രമാത്രം പ്രാവർത്തികമാക്കുമെന്നും അതുപോലെ വരും ദിവസങ്ങളിലെ തിരക്ക് എത്രത്തോളം ആയിരിക്കുമെന്നുള്ളതും ഭക്തജനത്തിന്റെ തിരക്കനുസരിച്ചായിരിക്കും പറയാൻ സാധിക്കുക. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ഇതുവരെയായി 1,96,594 പേരാണ് ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ട് 5-ന് നട തുറന്ന ശേഷം 53,278 പേരും, തിങ്കളാഴ്ച 98,915 പേരും, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമായി 44,401 പേരും ദർശനം നടത്തിയിട്ടുണ്ട്. ഇതിൽ വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 20,000 പേർക്കുമാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത്. തീർത്ഥാടക എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുന്നതിൽ ദേവസ്വം പോലീസും ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വേണം വിലയിരുത്താൻ. കാരണം ഹൈക്കോടതിയുടെ ഇടപെടലിന് ശേഷം മാത്രമാണ് അധികൃതർക്ക് അടിയന്തര നടപടികൾ പ്രഖ്യാപിക്കാൻ പോലും സാധിച്ചിരിക്കുന്നത്. ഈ മണ്ഡലകാലത്ത് പോലീസിൻ്റെയും ദേവസ്വത്തിൻ്റെയും മുന്നൊരുക്കങ്ങൾ പാളിയതിൻ്റെ ഫലം തന്നെയാണ് വൻ പ്രതിസന്ധിയാണ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നതും. ഭക്തജന പ്രവാഹം നിയന്ത്രിക്കാൻ പോലീസിന് പറ്റാതായതോടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സാക്ഷ്യം വെച്ചിട്ടുള്ളത്. ഭാഗ്യം കൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി പോയിരിക്കുക കൂടിയാണ്. അത് അയ്യപ്പൻ്റെ അനുഗ്രഹം കൂടി എന്നാണ് അവിടുത്തെ ഭക്തജനങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇതിനിടയിൽ സുരക്ഷാ ചുമതലയ്ക്ക് നേതൃത്വം നൽകേണ്ട ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തിയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുണ്ട്. സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ഭക്തജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാകുക കൂടിയാണെന്നുള്ള കാര്യം ഇവർ ഓർക്കേണ്ടതായിരുന്നു. ഈ ഉദ്യോഗസ്ഥന്റെ നടപടി ഗുരുതരമായ അനാസ്ഥ മാത്രമല്ല, ശബരിമലയുടെ സുരക്ഷാ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ CCTV ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും ഉചിതമായ രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നാണ് വന്ന ഭക്തരെല്ലാവരും ആവശ്യപ്പെടുന്നത്. ഭക്തജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഹൈക്കോടതിയുടെ തുടർ ഇടപെടലുകളും അനിവാര്യമാണെന്ന ആവശ്യവും ശക്തമായി തുടരുകയുമാണ്. ശബരിമലയെ ലാഭമുണ്ടാക്കാനുള്ള വെറുമൊരു ഉത്സവപരമായി അങ്ങനെയൊന്നും കാണാതെ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെയും സുരക്ഷയെയും മാനിച്ചുകൊണ്ട് ദേവസ്വവും പോലീസ് അധികൃതരും പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ കൃത്യമായ ഏകോപനത്തോടെ പ്രവർത്തിച്ച് ഭക്തർക്ക് സുഗമമായ ദർശനമൊരുക്കാൻ അധികൃതർക്ക് സാധിക്കുമോ എന്നുള്ളത് കൂടി ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ.